രാമൻ, മീൻ, വ്യാസൻ, കാവ്യയുടെ പേരുകൾ ദിലീപ് സേവ് ചെയ്തിരുന്നത് 4 കള്ളപ്പേരുകളിലെന്ന് പ്രോസിക്യൂഷൻ. നടിയെ ആക്രമിച്ച കേസിൽ അന്തിമ വിധിക്ക് 3 നാൾ ബാക്കി നിൽക്കെ വിചാരണ കോടതിയിൽ നടന്ന വാദങ്ങളുടെ വിവരങ്ങൾ പുറത്ത്. ഡിസംബർ 8-നാണ് കേസിൽ അന്തിമ വിധി വരിക. കാവ്യ ദിലീപ് ബന്ധമാണ് നടിയെ ആക്രമിച്ചുകൊണ്ടുള്ള കൃത്യത്തിന് കാരണമെന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചത്. കാവ്യയുടെ നമ്പറുകൾ പല പേരുകളിലാണ് ദിലീപ് ഫോണിൽ സേവ് ചെയ്തിരുന്നത്. രാമൻ, RUK അണ്ണൻ, മീൻ, വ്യാസൻ എന്നീ പേരുകളിലാണ് കാവ്യയുടെ നമ്പറുകൾ സേവ് ചെയ്തിരുന്നത്. കാവ്യയുമായുള്ള ബന്ധം മഞ്ജു വാര്യരിൽ നിന്ന് മറച്ചു പിടിക്കാനായിരുന്നു ഇത്തരത്തിൽ മറ്റു പേരുകൾ നൽകിയിരുന്നതെന്നാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. ഡിൽക്ക എന്ന പേരിലാണ് ഡ്രൈവർ അപ്പുണ്ണിയുടെ ഫോണിൽ കാവ്യയുടെ നമ്പർ സേവ് ചെയ്തിരുന്നത്. ഈ നമ്പർ ഉപയോഗിച്ചിരുന്നതും ദിലീപാണെന്ന പ്രോസിക്യൂഷൻ വാദം. കാവ്യയും ദിലീപും തമ്മിലുള്ള ബന്ധം നടി പുറത്തു പറഞ്ഞതാണ് കൊട്ടേഷന് കാരണമെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. അതേസമയം പ്രോസിക്യൂഷൻ ആരോപണം തള്ളിയാണ് ദിലീപ് കോടതിയിൽ വാദിച്ചത്. കൊട്ടേഷൻ നൽകിയതിന് തെളിവില്ലെന്നും പോലീസ് കെട്ടിപ്പൊക്കിയ കെട്ടുകഥകളാണിതെല്ലാമെന്നും ദിലീപ് വാദിച്ചു. ആക്രമിക്കപ്പെട്ട നടിയോട് വ്യക്തിവൈരാഗ്യം ഉണ്ടായിരുന്നില്ലെന്നും മഞ്ജുവുമായുള്ള വിവാഹമോചനത്തിനും നടിയൊരു കാരണമല്ലെന്നും ദിലീപ് വാദിച്ചു. 2012-ൽ തന്നെ മഞ്ജു വാര്യരും ദിലീപും കാവ്യയും തമ്മിലുള്ള ബന്ധം തിരിച്ചറിഞ്ഞുവെന്നും പ്രോസിക്യൂഷന്റെ വാദത്തിലുണ്ട്. ദിലീപിന്റെ ഫോണിൽ വന്ന മെസ്സേജിലൂടെയാണ് ഇക്കാര്യം അറിയുന്നത്. മറ്റു പേരുകളിൽ വന്ന മെസ്സേജിൽ സംശയം തോന്നിയതോടെ മഞ്ജു വാര്യർ സംയുക്ത വർമ്മയ്ക്കും ഗീതു മോഹൻദാസിനുമൊപ്പം നടിയെ പോയി കാണുകയായിരുന്നു. തുടർന്ന് നടി ഇക്കാര്യം പറയുകയും ചെയ്തെന്നാണ് പ്രോസിക്യൂഷൻ വാദം. 2017 ഫെബ്രുവരി 17-ന് രാത്രി 9 മണിക്കാണ് കൊച്ചി നഗരത്തിലൂടെ ഓടിയ കാറിൽ നടി ക്രൂരമായി ആക്രമിക്കപ്പെട്ടത്. നടൻ ദിലീപ് ഉൾപ്പെടെ 9 പേരാണ് കേസിൽ പ്രതികളായത്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജിയാണ് കേസിൽ ഡിസംബർ 8-ന് വിധി പറയുക. പൾസർ സുനിയാണ് കേസിലെ 1-ാം പ്രതി. നടൻ ദിലീപ് 8-ാം പ്രതിയാണ്. കേസിലെ വിചാരണയ്ക്കിടെ 28 സാക്ഷികളാണ് കൂറുമാറിയത്. ആദ്യഘട്ടത്തിൽ ദിലീപിനെ പ്രതി ചേർത്തിരുന്നില്ല. പിന്നീട് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ 2017 ജൂലൈ 10-നാണ് ദിലീപിനെ അറസ്റ്റ് ചെയ്യുന്നത്. തുടർന്ന് 2 മാസത്തിനു ശേഷം ഒക്ടോബർ 3-ന് ദിലീപിന് ജാമ്യം ലഭിച്ചു. 2017 ഫെബ്രുവരിയിലാണ് പൾസർ സുനി പിടിയിലാകുന്നത്. ഇയാൾക്ക് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. വിചാരണ നടപടി വൈകുന്നതിലുള്ള അതൃപ്തി വ്യക്തമാക്കിയാണ് സുപ്രീം കോടതി പൾസർ സുനിക്ക് ജാമ്യം അനുവദിച്ചത്.